ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കണേ. വളരെ സിമ്പിളാണ്. അതിന് നമ്മളൊരു 5 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ആ പച്ചമാങ്ങയെ ഒന്ന് നടുകീറി ചെറുതാക്കി ചെറിയ ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി യോജിച്ച് വെക്കുക. അതിൻ്റെ ഉപ്പ് രസമൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു മണിക്കൂർ വരെ മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കറിവേപ്പില, ഒരു 5-6 അല്ലി പച്ചമുളക്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, കുറച്ച് തോന്ന വെളുത്തുള്ളി എന്നിവ എടുത്ത് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കാം. അതുപോലെ നമ്മുടെ കടുകും അതുപോലെ ഒന്ന് വറുത്ത്, അധികം വറുക്കരുത്, ഒരു പരുവമാവുന്നത് ഒരു ചെറുങ്ങനെ ഒന്ന് പരുവമായാൽ മതി. അതുപോലെ നമ്മുടെ കടുകും അങ്ങനെ തന്നെ പൊട്ടിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് പൊടിച്ച് വെക്കുക. അങ്ങനെ രണ്ടും കൂടി നമുക്ക് പൊടിച്ച് വെക്കാം. ഉലുവപ്പൊടിയുണ്ട്, കടുക് പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഒന്ന് പൊട്ടിക്കണം. പൊട്ടിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി അത് ബ്രൗൺ നിറമാകുമ്പോൾ മൂത്ത് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മൂപ്പിക്കണം. മൂത്ത മണം നമ്മൾ മൂപ്പായതിനു ശേഷം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇളക്കലൊക്കെ നിർത്തിയിട്ട് അതിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളെ സുറുക്ക അല്ലെങ്കിൽ നാടൻ കള്ളിൻ്റെ സുറുക്ക, ഞാൻ നാടൻ കള്ളിൻ്റെ സുറുക്കയാണ് ചേർത്ത് കൊടുത്തത്. നല്ല ടേസ്റ്റാണ് നാടൻ കള്ളിൻ്റെ സുറുക്കയ്ക്ക്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കടുക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി നമ്മുടെ താരമായ നമ്മുടെ മാംഗോ, അതായത് നമ്മുടെ മാങ്ങച്ചാട്ടിനെ അതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലൊക്കെ നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കണം. എന്നിട്ട് നന്നായി തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ തിള വന്ന് കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. നല്ല മാങ്ങ അച്ചാറാണ്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.